ലോകേഷ് കനകരാജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടറായിട്ടും എന്തിനാ ഇപ്പോ ഹീറോ ആയിട്ട് വരുന്നത്? പണത്തിന് വേണ്ടിയാണോ? ഫെയിമിന് വേണ്ടിയാണോ? അല്ല, അത് ബ്രാൻഡ് വളർത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് ലോകേഷ് കനകരാജ് ഇപ്പൊ ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രജനീകാന്ത്, കമലഹാസൻ, SS രാജമൗലി, ലിജോ ജോസ് പല്ലിശ്ശേരി ഇവരെല്ലാവരും ഫേമസ് മാത്രമല്ല, ഇവരെല്ലാവരും ഒരു ബ്രാൻഡാണ്. പടം എന്തോ ആയിക്കോട്ടെ, ആ പേര് മാത്രം മതി ആൾക്കാർ കയറാൻ. DC മുതൽ ലോകേഷ് കനകരാജും തന്റെ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നൈറ്റ് ഷൂ ഡ്രസ്സിലേക്ക് കടന്ന പോലെ, ആപ്പിൾ ഐഫോണ് വാച്ചിലേക്ക് കടന്ന പോലെ ലോകേഷ് കനകരാജ് ഡയറക്ടറിൽ നിന്ന് ഹീറോയിലേക്ക്. ലോകേഷ് കനകരാജിന് ഒരു സാധാ സിനിമ ചെയ്യാമായിരുന്നു, പക്ഷെ അത് ഇവിടെ ലോകേഷ് കനകരാജ് ചെയ്തിട്ടില്ല. എന്തിനായിരിക്കും ലോകേഷ് കനകരാജ് അരുൺ മാധേശ്വരനെ പോലെ ഒരു ഡയറക്ടറിനെ തന്നെ ചൂസ് ചെയ്തത്? അരുൺ മാധേശ്വരൻ എപ്പോഴും റിവഞ്ച് സ്റ്റോറിയെ പറയാറുള്ളൂ. അദ്ദേഹത്തിന്റെ സിനിമയിൽ റിവഞ്ച് ഒരു പ്ലോട്ട് മാത്രമല്ല, സിനിമയുടെ മോഡ് മൊത്തം റിവഞ്ച് ആയിരിക്കും. അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ വിജയനെ പോലെ ഹീറോയിസ് ഒന്നും കാണിക്കില്ല. വേദന, ഹ്യൂമിലിയേഷൻ, ട്രോമ, റേഞ്ച് ഇതൊക്കെയായിരിക്കും അവരുടെ ഇന്ധനം. അദ്ദേഹത്തിന്റെ സിനിമയിലെ പ്രത്യേകത എന്താണ്? റോ വയലൻസ്, ബ്ലഡ്, ഗൺ ഫയർ, ബ്രൂട്ടൽ ആയിട്ടുള്ള മർഡർ, ക്ലോസപ്പ്, സഫറിങ്. വെറുതെ അദ്ദേഹം വയലൻസ് ഇടില്ല. കഥാപാത്രത്തിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും തീർക്കണ രീതിയിലായിരിക്കും വയലൻസ് കാണിക്കുക. മിക്ക സീനിലും രക്തം എന്തായാലും ഒഴുക്കും, അതുപോലെ സ്ലോ മോഷനും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും ഗൺഷോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, പ്രേക്ഷകന്റെ നേരെ അവര് ഗൺഷോട്ട് വെക്കാറുണ്ട്. സാനി കൈതം, ക്യാപ്റ്റൻ മില്ലർ, DC ഈ സിനിമകളൊക്കെ ഈ ഗൺഷോട്ട് കണ്ടോ? ഇത് സാധാരണ ഗാങ്സ്റ്റർ ക്രൈം സിനിമയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷോട്ടുകളാണ്. അരുൺ മാധേശ്വരനെ പോലെയുള്ള ഡയറക്ടർ ഇങ്ങനത്തെ ഷോട്ടുകൾ വെച്ചിട്ട് ക്യാരക്ടേഴ്സിന് ഇന്റൻസിറ്റിയും അതുപോലെ പ്രേക്ഷകന് ടെൻഷനും ഉണ്ടാക്കാറുണ്ട്. ഗണ്ണിന്റെ ഫോർഗ്രൗണ്ട് ബ്ലർ ആയിരിക്കും, ക്യാരക്ടറോ നല്ല ഹൈ ഫോക്കസ്ഡ് ആയിരിക്കും. ലോ ആംഗിളിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലെൻസിലോ വെക്കുള്ളൂ. ലോ ആംഗിളിൽ വെക്കുമ്പോൾ ക്യാരക്ടർ മാസ് ആയിട്ട് തോന്നും. മിക്ക നായകന്മാരും എന്തെങ്കിലും ജയിച്ചിട്ട് നടന്നു വരുമ്പോൾ ലോ ആംഗിളിലെ ഷോട്ട് വെക്കുള്ളൂ. അതെന്തിനാണ്? പ്രേക്ഷകന് അയാള് ഉയർന്നു, ജയിച്ചു എന്നുള്ള ഫീല് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ലോ ആംഗിൾ കാണിക്കുമ്പോൾ ഭയം, കോപം, പ്രതികാരം ഇതെല്ലാം ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഗൺ ബാരൽ ഷോട്ടില് പ്രേക്ഷകന്റെ നേരെയാണ് തോക്ക് ചൂണ്ടിയെന്നുള്ള ഒരു തോന്നല് പ്രേക്ഷകന് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ വെടിവെച്ച് കഴിയുമ്പോൾ ഇമോഷണലി ഒരു റിലാക്സേഷൻ പ്രേക്ഷകനും കിട്ടും. അരുൺ മാധേശ്വരന്റെ സിനിമകളിൽ ലവ് അല്ല, പൊസഷൻ ആണ്. വയലൻസ് അല്ല, ഇമോഷൻ ആണ്. ആക്ഷൻ അല്ല, മാഡ്നെസ് ആണ്. ഇതൊരു അരുൺ മാധേശ്വരന്റെ സിഗ്നേച്ചർ സ്റ്റൈലാണ്. അതേപോലെ ലോകേഷ് കനകരാജ് സ്വന്തം സിനിമ എടുത്ത് നോക്കിക്കോളൂ, ഫ്ലോലെസ് ഹീറോ ആകില്ല. കൈദി, വിക്രം, ലിയോ എല്ലാവരും മുറിവുകളുള്ള മനുഷ്യരാണ്. അതേ മുറിവുള്ള ഒരു മനുഷ്യനായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ലോകേഷ് കനകരാജ് നായകനായിട്ടും വരുന്നത്. അതുകൊണ്ട് DC വിജയിച്ച പുതിയൊരു സിനിമ മാത്രം വിജയിക്കുകയല്ല, അവിടെ ലോകേഷ് കനകരാജ് എന്നൊരു ബ്രാൻഡിന്റെ എക്സ്റ്റൻഷൻ ആയി മാറും. അതിലും വലിയ വിജയം അരുൺ മാധേശ്വരനാണ് കിട്ടുക. കാരണം വയലൻസ് എല്ലാവർക്കും കാണിക്കാൻ പറ്റും, പക്ഷെ വയലൻസ് ഒരു ആർട്ടാണ്, അതൊരു ഇമോഷൻ ആണ് എന്നുള്ളത് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചും കൊണ്ടിരിക്കുകയാണ്. കാരണം വയലൻസിന് ഒരു ആത്മാവ് നൽകാൻ കുറച്ച് സംവിധായകർക്ക് മാത്രമേ കഴിയാറുള്ളൂ.